ബിഗ് ബോസ് വീട്ടിലേക്ക് സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 3 പേര് കയറിയിരിക്കുകയാണ്. അതിലൊരു കൊച്ചുകുട്ടിയുണ്ട്, പൊന്നൂസ് എന്നാണ് പേര്. ആ ഒരു സീരിയലിന്റെ അകത്തെ കഥാപാത്രത്തിന്റെ പേര് എങ്ങനെയാണോ ആ ഒരു പേരൊക്കെയാണ് അവരവിടെ പറയുന്നത്, അല്ലാതെ അവരുടെ റിയൽ നെയിം ഒന്നുമല്ല പറയുന്നത്. ആദ്യം ആ ഒരു സീരിയൽ ആക്ട്രസ് ആണ് കയറിയത്. പുള്ളിക്കാരത്തി കയറിയിട്ട് പുള്ളിക്കാരത്തി കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന റാഗി പുട്ടൊക്കെ അവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. പുള്ളിക്കാരത്തി തന്നെ അടുക്കളയിൽ പോയി പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് എല്ലാവർക്കും വന്ന് വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അച്ഛനും മകളും കൂടെ സ്റ്റോർ റൂം വഴി അകത്തേക്ക് കയറി വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അവരെല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു സീരിയലിന്റെ ഒരു ടൈറ്റിൽ റിവീൽ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ആ ഒരു കൊച്ചുകുട്ടി ഉണ്ടല്ലോ, അവരുടെ കൂടെ വന്ന ആ ഒരു കൊച്ചുകുട്ടി അവിടെ ഡാൻസും പാട്ടും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചുകുട്ടിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണം, ഡാൻസ് വേണോ, പാട്ട് വേണോ, അതെയോ റാംപോക്ക് വേണോ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കൊച്ചുകുട്ടി അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടനെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നതായിരിക്കും. ഇവരെന്തായാലും ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. ഇവരുടെ ഏകദേശം പ്രൊമോഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീട്ടിൻ്റെ അകത്ത് കയറിയതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു സീസണിൽ ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സിനിമയുടെയും സീരിയലിൻ്റെയും അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 നടന്നു. ഇനിയും ഉണ്ടോ എന്നറിയത്തില്ല, നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്സരയും അതുപോലെ തന്നെ രതീഷും വീട്ടിലേക്ക് കയറാനുണ്ട്. അപ്സരയുടെ അടുത്ത സുഹൃത്താണ് ഈ ഒരു സീരിയലിൽ അഭിനയിക്കുന്നത്. ഇവരൊരുമിച്ച് സാന്ത്വനം സീരിയലിൽ അഭിനയിച്ചിരുന്നു, അപ്പു എന്ന ക്യാരക്ടറായിട്ടും അതുപോലെ തന്നെ ജയന്തി എന്ന ക്യാരക്ടറായിട്ടും. എന്തായാലും അപ്സര കയറുന്നതിന് മുൻപെയാണ് ഇവരെ കയറ്റിവിട്ടത്. എന്തായാലും അവരൊക്കെ കയറുമ്പോൾ നമ്മൾ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക.